കുബേര രാവണ യുദ്ധത്തെക്കുറിച്ച് പറയാം. പരാക്രമിയും ദുഷ്ടനുമായ രാവണന്റെ അക്രമങ്ങൾ സഹിക്കുവാൻ നിവൃത്തിയില്ലാതെ ദേവന്മാരും ബ്രാഹ്മണരും ഒത്തുചേർന്ന് സങ്കട നിവൃത്തിക്കു വേണ്ടി മഹാവിഷ്ണുവിനെ പ്രാപിക്കാൻ തീരുമാനിച്ചു. ഈ വിവരം രഹസ്യമായി ധരിച്ച കുബേരൻ സഹോദര സ്നേഹം നിമിത്തം ഒരു ദൂതനെ രാവണന്റെ അടുക്കലേക്ക് വിവരമറിയിച്ചു. ദേവകളും ബ്രാഹ്മണരും രാവണനെതിരായി മഹാവിഷ്ണുവും ഒന്നിച്ച് ഗൂഢാലോചന നടത്തുന്നുവെന്നും അതിനാൽ രാവണൻ കുറെ കൂടി ധർമ്മിഷ്ഠനായി ജീവിക്കണമെന്നും കുബേരൻ പറഞ്ഞയച്ച വാക്കുകൾ ദൂതൻ പ്രസ്താവിച്ചപ്പോൾ രാവണന്റെ കണ്ണുകൾ ചുവക്കുകയും കോപം കൊണ്ട് ദന്തങ്ങൾ കടിക്കുകയും ചെയ്തു. രാവണൻ ചാടിയെഴുന്നേറ്റ് ദൂതനെ വെട്ടി കഷണം കഷണങ്ങളായി മുറിച്ചു. ആ കഷണങ്ങൾ രാക്ഷസന്മാർക്ക് ആഹാരമായി കൊടുത്തു. കുബേരനും ദേവന്മാർക്കുമെതിരായി രാവണൻ പടയൊരുക്കങ്ങൾ ആരംഭിച്ചു. ആദ്യം കുബേരനെ തന്നെ ആക്രമിക്കാമെന്ന് രാക്ഷസൻ തീരുമാനിച്ചു. മഹോദരൻ, പ്രഹസ്തൻ, മാരീചൻ, ശുകസാരണർ, വജ്രദംഷ്ട്രൻ, ധ്രൂമാക്ഷൻ, വിരൂപാക്ഷൻ, യൂപാക്ഷൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ, വികടൻ, സുപ്തഗ്നൻ, യജ്ഞാകൻ, മകരാക്ഷൻ, കുംഭകർണൻ, അതികായൻ, അക്ഷകുമാരൻ ഇത്യാദി വീരന്മാരോടൊന്നിച്ച് രാവണൻ അരയും തലയും മുറുക്കി അളകാപുരിയിലേക്ക് യാത്ര തിരിച്ചു. നൂറായിരം രാക്ഷസ പെരുമ്പട യുദ്ധസന്നദ്ധമായി രാക്ഷസ വീരന്മാരുടെ മുന്നിൽ സഞ്ചരിച്ചു. അവർ അളകാപുരിയെ പ്രാപിച്ച് ഭയങ്കരമായ യുദ്ധം ചെയ്തു. അനവധി യക്ഷന്മാർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് മണിചരൻ എന്ന യക്ഷവീരൻ തന്റെ പടയോടുകൂടി നിരവധി രാക്ഷസന്മാരെ വധിച്ചു. കുപിതനായ മഹോദരൻ 1000 യക്ഷന്മാരെ കൊന്നൊടുക്കി. രാവണൻ മണിചരന്റെ നേർക്ക് 3 വേൽ എറിഞ്ഞു. എന്നിട്ടും മണിചരന് ക്ഷീണമില്ലെന്നുകണ്ട് രാവണൻ ഒരു ഗദയെടുത്ത് മണിചരന്റെ ശിരസിലടിച്ചു. അതോടുകൂടി മണിചരന്റെ മുടി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി. അന്നു മുതൽ അയാൾക്ക് പാർശ്വമൗലി എന്ന പേരുണ്ടായി. മണിചരനെ എതിർത്തുകൊണ്ടിരുന്ന രാവണന്റെ നേർക്ക് ദ്വാരപാലകനായ സൂര്യഭാനു പാഞ്ഞു ചെന്നു. ദശഗ്രീവൻ അയാളെ വധിച്ചു. അതോടുകൂടി കുബേര രാവണന്മാർ ഏറ്റുമുട്ടി. ഭയങ്കരമായ യുദ്ധം നടന്നു. കുബേരൻ ബോധരഹിതനായി നിലം പതിച്ചു. യക്ഷന്മാർ ശംഖനിധി, പത്മനിധി എന്ന 2 വിമാനങ്ങൾ കൊണ്ടുവന്ന് കുബേരനെ കയറ്റിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. രാവണൻ വൈശ്രവണ മന്ദിരത്തിൽ കടന്ന് വിലപിടിപ്പുള്ള നിരവധി രത്നങ്ങളും മറ്റു പദാർത്ഥങ്ങളും കുത്തിക്കവർന്ന് ലങ്കയിലേക്ക് കൊണ്ടുവന്നു.